എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. റോസയിലൊക്കെ കുല കുത്തി പൂക്കളുണ്ടാകും. മുല കുത്തി എന്ന് പറഞ്ഞാൽ കട്ട കുത്തി പൂക്കളുണ്ടാകും. തീർച്ചയായിട്ടും 100% റിസൾട്ടുള്ള നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാരണം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നേഴ്സറി ബഡ് റോസിലൊക്കെ ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പൂക്കൾ തിങ്ങി നിറയുന്ന നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെ വേണം പൂക്കൾ തിങ്ങി നിറഞ്ഞ് നിൽക്കാൻ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വളം പരിചയപ്പെടുത്താം. ഇത് റോസ് മിക്സ് എന്ന് പറഞ്ഞ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയ ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഞാൻ വളക്കടയിൽ നിന്നും വാങ്ങിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞ ഒരുപാട് റിസൾട്ട് ഉണ്ട്. ഒത്തിരി റോസിലൊക്കെ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവും. അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതിയിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പോൾ നമ്മളത് കൊടുക്കേണ്ട രീതി വളരെയധികം ശ്രദ്ധിക്കണം. അതേ കറക്റ്റ് രീതിയിൽ കൊടുത്തില്ലെങ്കിൽ റോസയ്ക്ക് ദോഷം വരും. ഏത് ചെടികൾക്കും പൂക്കളുണ്ടാവുന്ന ഏത് ചെടികൾക്കും കൊടുക്കാവുന്നതാണ് കേട്ടോ. റോസ, ബോഗൺവില്ല, ചെത്തി, ചെമ്പരത്തി എല്ലാ ചെടികൾക്കും, കട്ടിയുള്ള കമ്പുകളുള്ള എല്ലാ ചെടികൾക്കും, നല്ല കട്ടിയുള്ള കമ്പുകളില്ലേ, ലോലമായ തണ്ടുകളുള്ള ചെടികൾക്കൊന്നും കൊടുക്കണ്ട. കട്ടിയുള്ള കമ്പ്, റോസ പോലുള്ള കട്ടിയുള്ള കമ്പുകളുള്ള എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. ഇത് വളക്കടകളിൽ വാങ്ങിക്കാൻ വേണ്ടി റോസ് മിക്സ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എനിക്ക് അത് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എന്തായാലും ഞാൻ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ശേഷമുള്ള റിസൾട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരിക്കും കേട്ടോ. അതിനായിട്ട് ഇതിൽ നിന്ന് 1 ടീസ്പൂൺ 2 രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ വീതം ചെടിച്ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലത് ഇത് ഡയറക്റ്റ് ചെടിച്ചെടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ അതിലൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെടികളുടെ വേരുകളിലൊക്കെ തങ്ങിയിരുന്നിട്ട് ഫംഗൽ ബാധ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇത് ഇടേണ്ട രീതി ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്. 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിന് കുറച്ച് റോസകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഒരു 11 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ 11 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെള്ളത്തിൽ ഇത് നമുക്ക് ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഒരു പാട പോലെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പം 1 ടീസ്പൂണിന് 1 ലിറ്റർ വെള്ളമാണ് കണക്ക്. അപ്പോൾ കറക്റ്റ് രീതിയിൽ നമ്മൾ കൊടുക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ ഓടിച്ചെന്നിട്ട് ഈ 1 ടീസ്പൂൺ വീതം വേണമെങ്കിൽ ഇത് ചെടിച്ചട്ടിക്കകത്ത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെയാണ്. അപ്പം നല്ല റിസൾട്ടാണ്. 1-2 ആഴ്ചക്കകം ഇതിൻ്റെ റിസൾട്ട് കാണുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനത് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മൊത്തം 11 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുണ്ട് പൊടി പോലെ ഇതിനകത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അറിയാം പൊടി പോലെ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അത് നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട്, വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ചോ നിങ്ങൾ. കുറച്ച് നേരം വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് അലിയുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അല്ല അടിയിൽ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ വന്ന് കിടക്കും. അതെല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ടോട്ടൽ 11 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് പോലെ എനിക്ക് തോന്നിക്കുന്നത്. വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കീടങ്ങളെ നശിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാവാനെ സഹായിക്കുന്ന നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്ന 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ കട്ടിയുള്ള റോസ് മുതൽ റോസ്, ചെമ്പരത്തി, ചെത്തി, അതുപോലെ തന്നെ ബോഗൺവില്ല, അതിനെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ കപ്പ് വീതം മണ്ണ് നന്നായിട്ട് നനയത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പുല്ല് കുത്തി പൂക്കളുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പൂക്കളുണ്ടാകുന്നതിന് മുമ്പ് പ്രൂൺ ചെയ്ത് വിടണം. മുരടിച്ച തണ്ടുകളോ മുരടിച്ച ഇലകളോ ഒക്കെ ഉണ്ട്, കറുത്ത കമ്പുകളുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് 1-2 മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്ന റോസയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് വിടുക. അപ്പോൾ അതിൽ നിന്നെല്ലാം പുതിയ തളർപ്പുകൾ വരിക. അതിലെല്ലാം ഇതുപോലെ എല്ലാ സ്റ്റെമ്മിൽ നിന്നും പുതിയ തളർപ്പുകൾ വന്നിട്ട് എല്ലാത്തിനും നല്ലതായിട്ട് കട്ട കുത്തിപ്പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഫെർട്ടിലൈസറാണ്. അപ്പോൾ എല്ലാവരും ഫെർട്ടിലൈസർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.